ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? എന്തുണ്ട് വിശേഷം? നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഓണം സീരീസിലെ ഉള്ളിത്തീയലാണ്. അപ്പൊ നമുക്ക് ചടപടയും തയ്യാറാക്കിയാലോ? ഉള്ളിത്തീയലിന്റെ അരപ്പ് തയ്യാറാക്കാനായി ഞാൻ ദാ ഒരു ബൗള് തേങ്ങ ഫ്രൈങ് പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തു. അതിലേക്ക് ഒരു ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞതും ചേർത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണേ. തേങ്ങ ദാ ഇതുപോലെ ഫ്രൈ ആയി വരുമ്പോൾ അതിലേക്ക് ഒരു വലിയ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു വലിയ ടേബിൾ സ്പൂൺ മുളക് പൊടി, അര ടേബിൾ സ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതാണ്, അതും ചേർത്ത് പൊടികളുടെ പച്ചമണം മാറി ദാ ഇതുപോലെ ഈ കളർ ആകുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യണം. എന്നിട്ട് നല്ലപോലെ വെള്ളം ഒട്ടും ചേർക്കാതെ അരച്ചിട്ടെടുക്കണേ. ദാ ഇതുപോലെ ഞാൻ അരച്ച് മാറ്റി വെക്കുന്നുണ്ട്. കുറച്ച് വാളംപുളി കുതിരാനായിട്ട് ചെറു ചൂടുവെള്ളം ഒഴിച്ചു വെക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ശർക്കര ഗ്രേറ്റ് ചെയ്തതും മാറ്റി വെക്കുന്നുണ്ട്. തീയലിനായി ദാ ചട്ടി ചൂടായി, വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് ദാ കടുക് ഇട്ട് കൊടുത്തു. ഒരു 3-4 വറ്റൽമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്തു. 4-5 പച്ചമുളക് ചീന്തിയതും ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൊരിപ്പിച്ചിട്ട് എടുക്കുന്നുണ്ട്. ഇതിലേക്ക് ചുവന്ന ഉള്ളി കുറച്ച് കട്ടിയിൽ അരിഞ്ഞെടുത്തത് ഒരു പ്ലേറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളിത്തീയലിന് എപ്പോഴും എടുക്കുമ്പോൾ കുറച്ച് കട്ടിയിൽ അരിഞ്ഞിട്ട് എടുക്കണം, അല്ലെങ്കിൽ വഴറ്റി വരുമ്പോൾ അത് വേഗം വാടി കുഴഞ്ഞു പോകും. ഇത് ഞാൻ കുറച്ച് ഉപ്പും ചേർത്തിട്ട് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. ഒന്ന് വാടി വരട്ടെ. ദാ ഒന്ന് തുറന്ന് നോക്കുന്നുണ്ട്. നല്ലപോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ചെറുതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നേരത്തെ അരച്ചു മാറ്റി വെച്ചിരിക്കുന്ന ആ അരപ്പ് ഞാനൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ മിക്സിയുടെ ജാറും കൂടി ഒന്ന് നല്ലപോലെ കഴുകി ആ വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന പുളിയും കൂടി നന്നായിട്ട് തിരുമ്മി അരിച്ച് അതിന്റെ വെള്ളവും കൂടി ചേർത്ത് തിളക്കാനായിട്ട് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. ഒന്ന് തുറന്നു നോക്കുന്നുണ്ട്. വെള്ളമൊക്കെ വറ്റി നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. ഈ സമയം നേരത്തെ ഗ്രേറ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ഒരു ടേബിൾ സ്പൂൺ അളവിൽ ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് ബാക്കിയുള്ളത് തുറന്നു വെച്ച് വറ്റിച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളിത്തീയൽ ഇപ്പൊ നല്ലപോലെ കുറുകി നല്ലപോലെ തിക്കായി വന്നിട്ടുണ്ട്. നോക്കിയേ, ദാ ഉള്ളിത്തീയൽ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്കത് ഒരു സർവിങ് ബൗളിലേക്ക് സെർവ് ചെയ്യാമേ. മലയാളികളുടെ ഓണസദ്യയിൽ ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്ത പഴയ ഒരു രുചിയാണ് നമ്മുടെ ഉള്ളിത്തീയൽ. തനി നാടൻ റെസിപ്പി നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന സ്വാദിഷ്ടമായ ഒരു കിടിലൻ റെസിപ്പിയാണ് ഉള്ളിത്തീയൽ. അപ്പൊ ഇതുവരെ ഇത് ട്രൈ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ അമ്മമാരൊക്കെ ഉണ്ടാക്കി തന്നിരുന്ന തനി നാടൻ റെസിപ്പിയാണ് ഇത്. അപ്പൊ എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കിടിലൻ റെസിപ്പിയുമായിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.